ഹായ് മക്കളെ, വെൽക്കം ടു എജുബോർഡ്. ലിബാൻ സാറാണ്. അപ്പോൾ ഇന്ന് ഞാൻ കൃത്യം 7 മണിക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രാക്ടിക്കൽ സെഷനായി ഞാൻ ഇവിടെ വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതിനൊരു ഔട്ട്ലുക്കാണ് ഇന്ന് തരുന്നത്. അതായത് എങ്ങനെയാണ് നിങ്ങളുടെ എക്സാം ഉണ്ടാവുക, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ട്. സോ അത് കംപ്ലീറ്റ് എന്ത് ചെയ്യും ഇന്ന് നമ്മൾ ദൂരീകരിച്ച് തരും. സോ നിങ്ങൾക്ക് അതുമായി റിലേറ്റ് ചെയ്തത് അഥവാ ഈ ഒരു വീഡിയോയിലുള്ള കാര്യങ്ങൾ പോരാ, ഇനിയും കൂടുതൽ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇന്ന ഡീറ്റെയിൽസ് വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് പോർഷനാണ് കൂടുതലായിട്ടും ക്ലാസ്സസ് എടുക്കാൻ അഥവാ റെക്കോർഡ് ചെയ്യേണ്ടത്, ഏത് പോർഷൻ എന്നുള്ളത് നിങ്ങൾ പറയണം. കാരണം റെക്കോർഡിങ്ങിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രാക്ടിക്കൽ ഐറ്റംസ് ഉണ്ട് അല്ലേ. ഡി ബി എം എസ് അതുപോലെ തന്നെ ലിബ്രെ ഓഫീസ്, ജിനു കാത്ത, അതിലെ സ്പ്രെഡ്ഷീറ്റ്, ഇതിലേതാണ് നിങ്ങൾക്ക് കൂടുതൽ വേണ്ടത്, അതിൽ ഇന്ന പ്രോബ്ലം കൂടുതൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും ബെറ്റർ ആയിരുന്നു എന്ത് ചെയ്യുക, നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. സോ ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. സോ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ അഥവാ പ്രാക്ടിക്കലിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് സ്കൂളിലും ഡിഫറെൻറ്റ് ടൈപ്സ് ആയിരിക്കും. ഓൾമോസ്റ്റ് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ ഇൻവിജിലേറ്റേഴ്സിൻ്റെയും നിങ്ങളുടെ സ്കൂളിൻ്റെ പോളിസീസ് അനുസരിച്ചായിരിക്കും. സോ അതിൽ ഏത് സെറ്റാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്, അതൊക്കെ നിങ്ങളെടുത്ത് വരുന്ന ടീച്ചേഴ്സ് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും വരിക. സോ ജനറലി പറയുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ 4 പാർട്ട് ഉണ്ട്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, പാർട്ട് ഡി. കണ്ടോ, 4 ഉണ്ട്. ഈ 4 ഓരോ സെറ്റിലും, ഇത് 4 സെറ്റാണ്, ഇത് ഓരോ സെറ്റിലും ഫസ്റ്റത്തെ പാർട്ട് എയിൽ 9 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാകും? പാർട്ട് എയിൽ 9 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഈ 9 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 2 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അഥവാ 9 ക്വസ്റ്റ്യൻസ് ഉള്ളതിൽ 2 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ആ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? നിങ്ങൾക്ക് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിൻ്റെ പ്രൊസീജിയർ നിങ്ങൾ എഴുതണ്ടേ. അഥവാ റെക്കോർഡിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട് പ്രൊസീജിയർ. അഥവാ ഒരു കാര്യം ചെയ്യാൻ, അഥവാ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനിയിലെ ആൾക്കാരുടെ സാലറി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം, ടോട്ടൽ അതിൽ കൂടുതൽ സാലറി കിട്ടുന്ന ആളാരാണോ അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. സോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്പ്രെഡ്ഷീറ്റിലൂടെ ചെയ്യാൻ പറ്റും. ഇനി അല്ലെങ്കിൽ ജിനു കാത്തയിൽ നമുക്ക് കുറച്ച് വൗച്ചർ എൻട്രി ചെയ്യാനല്ല, ജേണൽ എൻട്രി കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും, അത് വൗച്ചർ എൻട്രി. സോ അത് ഓരോരോ ടാസ്ക്കാണ്. ആ ടാസ്ക് ചെയ്യാൻ ആദ്യം ഓഫീസ് സെലക്ട് ചെയ്യുക, ആദ്യം ലിബ്രെ ഓഫീസ് സെലക്ട് ചെയ്യുക, പിന്നെ ഇന്നത് ചെയ്യുക. അങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള ഓരോരോ സ്റ്റെപ്പുകൾ ഉണ്ടാവും. ജിനു കാത്ത് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിന് ഇന്ന വിൻഡോസിൽ പോവുക, ഇന്നത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇന്നത് എൻ്റർ ചെയ്യുക. അങ്ങനെ ഓരോരോ ടാസ്കുകൾ ഇങ്ങനെ ഉണ്ടാവില്ലേ, സ്റ്റെപ്പ്. ആ സ്റ്റെപ്പുകളാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ അപ്പം പ്രൊസീജിയർ എഴുതുന്നതിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക്. അഥവാ നിങ്ങൾ നിങ്ങളുടെ റെക്കോർഡ് ഉണ്ടല്ലോ, ഈ റെക്കോർഡ് നിങ്ങൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് ടാസ്കുകളുടെ പ്രൊസീജിയർ എഴുതിയിട്ടുണ്ട്. സോ അതിലേതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് എന്തുണ്ടാവുക, എക്സാമിന് ചോദിക്കുക, അഥവാ പ്രാക്ടിക്കൽ എക്സാമിന്. ആ ചോദിക്കുന്ന ചോദ്യം അഥവാ ഈ 9 ചോദ്യത്തിലെ 2 നിങ്ങൾ തിരഞ്ഞെടുക്കുമല്ലോ, ആ 2 ഏതെങ്കിലും ഒന്നല്ല ഒരു ആൻസർ ആണല്ലോ ഒരു സമയത്ത് എഴുതുക. അപ്പോൾ അത് എഴുതുമ്പം അത് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുക എന്തിനാ, അത് പ്രൊസീജിയർ എഴുതുന്നതിനാണ്. അഥവാ ഇന്ന ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതെങ്ങനെ ചെയ്യുമെന്ന കറക്റ്റ് പ്രൊസീജിയർ നിങ്ങൾ എഴുതണം. സോ അതിനാണ് 4 മാർക്ക്. അഥവാ 2 ക്വസ്റ്റ്യന് കൂടി നോക്കുമ്പം 8 മാർക്ക്. അഥവാ ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക്, 2 ക്വസ്റ്റ്യനായിട്ട് 8 മാർക്ക്. ഇനി ഈ പ്രൊസീജിയർ നമ്മൾ ബുക്കിൽ എഴുതി അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി, ക്വസ്റ്റ്യൻ ആൻസർ പേപ്പറിൽ എഴുതിയിട്ട് ആ പ്രൊസീജിയർ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കമ്പ്യൂട്ടറിൽ ഇത് ചെയ്യും. കമ്പ്യൂട്ടറിൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ പേപ്പറിൽ എഴുതി നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. കാരണം എന്താ, പേപ്പറിൽ ചെയ്തിട്ട് കാര്യമുണ്ടോ, ജസ്റ്റ് പേപ്പറിൽ എന്ത് ചെയ്യും, വെറും തിയറി പോലെ എഴുതുക ചെയ്യുക. പക്ഷെ ആ ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഔട്ട്പുട്ടായി കിട്ടും. എവിടെ, നമ്മുടെ കമ്പ്യൂട്ടറിൽ. ആ ഔട്ട്പുട്ട് കറക്റ്റ് കിട്ടിയാൽ എന്ത് ചെയ്യും, നമുക്ക് 2 മാർക്ക് കിട്ടും. അപ്പം പ്രൊസീജിയർ 4 മാർക്കും ഔട്ട്പുട്ടിന് 2 മാർക്കും. അപ്പോൾ 2 ക്വസ്റ്റ്യൻ വീതം പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് കിട്ടും, 4ഉം 2ഉം. അഥവാ ഒരു ക്വസ്റ്റ്യൻ 6 മാർക്ക് വീതം, 2 ക്വസ്റ്റ്യന് 12 മാർക്ക് കിട്ടും. ഇതാണ് പാർട്ട് എ. ഇനി പാർട്ട് ബി, രണ്ടാമത്തത്, അതിലും ഇതേപോലെ 9 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിൽ നിന്ന് 2 നിങ്ങൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യാം. അതിലെ ഒരു ക്വസ്റ്റ്യന് എത്ര മാർക്ക് ഉണ്ടാകും, പ്രൊസീജിയറിന് 3 മാർക്കും ഔട്ട്പുട്ടിന് 1 മാർക്കും. അഥവാ ടോട്ടൽ 4 മാർക്കാണ്. അപ്പോൾ പ്രൊസീജിയർ ചെയ്യുന്നത് എപ്പോഴും പ്രൊസീജിയറാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. കാരണം നോക്കി, 40 മാർക്ക് നിങ്ങൾക്ക് എന്തിനുണ്ടാകും, 40 മാർക്കിൽ എത്ര മാർക്കാണ് പ്രൊസീജിയർ, 8, 7, 14, 18, 22 മാർക്ക് എന്താ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുക കിട്ടുക. 8, 11, 14, 18, 22 മാർക്ക് എന്തുമായി റിലേറ്റ് ചെയ്തിട്ടാ, പ്രൊസീജിയറുമായി റിലേറ്റ് ചെയ്തിട്ടാ. ഔട്ട്പുട്ട് എത്രയാണ്, 4, 6, 8, 10 മാർക്കാണ് എന്നുള്ളത് ഔട്ട്പുട്ട് ഉള്ളത്. അപ്പം ഇതിലെ ഔട്ട്പുട്ടിനേക്കാൾ എത്രയോ ഇരട്ടി മാർക്ക് എന്തിനാണ്, പ്രൊസീജിയറുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൽ രണ്ടാമത്തെ പാർട്ടിൽ, ബി പാർട്ടിൽ 8 മാർക്ക് നിങ്ങൾക്ക് ടോട്ടൽ എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റനിൽ 4 മാർക്ക് വീതം. ഇനി എന്താണ്, പാർട്ട് സിയിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഒരു ക്വസ്റ്റനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ ഒരു ക്വസ്റ്റൻ്റെ പ്രൊസീജിയറിന് 4 മാർക്കും ഔട്ട്പുട്ടിന് 2 മാർക്കും, ടോട്ടൽ 6 മാർക്ക് കിട്ടും. അതേപോലെ തന്നെ സെയിം തന്നെയാണ് പാർട്ട് ഡിയും. ഡിയിൽ എന്താണ്, 3 ക്വസ്റ്റനിൽ 1 എഴുതാം. 1-ന് എത്രയാണ്, പ്രൊസീജിയറിന് 4 മാർക്ക്, ഔട്ട്പുട്ടിന് 2 മാർക്ക്, ടോട്ടൽ 6 മാർക്ക്. സോ 4 പാർട്ട് ചെയ്താം. അപ്പോൾ മൊത്തം കണ്ടില്ലേ, 18, 21, 24 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പക്ഷേ ഇതിന് ആൾട്ടർനേറ്റീവ് മെത്തേഡ് ഉണ്ട്. എങ്ങനെയാണ്, ഇതൊറ്റ സിംഗിൾ സെറ്റാണ്. ഇതിനെ 3 സെറ്റായി ഡിവൈഡ് ചെയ്യും. എ, ബി, സി, അങ്ങനെ 3 സെറ്റായിട്ട് ചില സ്കൂളുകൾ ചെയ്യും. ചില സ്കൂളിൽ എന്ത് ചെയ്യും, ഇതിനെ 3 സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത്ര ഓപ്ഷൻ ഉണ്ടാവില്ല. ഇവിടെ 9 സെലക്ട് ചെയ്യാനല്ലേ,
അത്ര 9 ഓപ്ഷൻ ഉണ്ടാവില്ല. അതിൽ 3 എണ്ണം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അതായത് ഈ 9 ക്വസ്റ്റ്യൻസിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ സെറ്റ് എങ്ങനെയാണ് അവിടെ അലോക്കേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ അഥവാ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സ്കൂളിലുള്ള ടീച്ചേഴ്സിനോട് സംസാരിക്കുക. സാറേ എനിക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ അങ്ങനത്തെ ചിലപ്പം അത് അനുവദിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ടീച്ചേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഏത് ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ സംസാരിക്കുക. അല്ലാണ്ട് ഇതിലെ ഏതെല്ലാം ക്വസ്റ്റ്യൻ ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും വരിക. അത് നിങ്ങൾ ടീച്ചറായിട്ട് നന്നായി കമ്മ്യൂണിക്കേഷൻ നടത്തുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കിട്ടും, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തിനാവില്ല, കിട്ടലുണ്ടാവില്ല. അപ്പം ടോട്ടൽ കണ്ടില്ലേ, പ്രൊസീജിയേഴ്സിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് 22 മാർക്ക്. ഔട്ട്പുട്ടിന് അഥവാ നമ്മൾ ചെയ്തിട്ട് ആൻസർ കറക്റ്റ് കിട്ടിയല്ലേ, കമ്പ്യൂട്ടറിൽ ചെയ്യണമല്ലോ, കമ്പ്യൂട്ടറിൽ ചെയ്തിട്ട് കറക്റ്റ് ആൻസർ കിട്ടിയാൽ എന്തുണ്ടാകും, 10 മാർക്ക് അതിനും കിട്ടും. ഇനി ഇതിനൊക്കെ പുറമെ എന്തുണ്ട്, വൈവ നമുക്ക് 1 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ മാത്രമല്ല, അല്ലാത്തയും ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കും. അതൊന്നും 4 മാർക്ക് ഉണ്ട്. അഥവാ ഈ ഒരു ആരാണ് നിങ്ങളുടെ ഇൻവിജിലേറ്റർ വരുന്നത്, ഈ ഒരു തിയറി ചെയ്യുമ്പോൾ നിങ്ങളുടെ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, പ്രൊസീജിയർ ചെയ്യണം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കമ്പ്യൂട്ടറിൽ ഇത് ആഡ് ചെയ്തിട്ട് ഔട്ട്പുട്ട് കിട്ടും. ഒന്നെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്നതിനും പ്രൊസീജിയറിനെ ഇടയില്ല, അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യും, നിങ്ങളോട് വൈവ ചോദിക്കും. വൈവയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ആൻസർ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്താൽ 4 മാർക്ക് കിട്ടും. പിന്നുള്ളത് നിങ്ങൾ ഓൾറെഡി ചെയ്യുന്ന റെക്കോർഡ്, അത് നിങ്ങൾ ഓൾറെഡി അഥവാ നിങ്ങളുടെ എക്സാമിന് മുൻപേ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് തീർക്കും. അപ്പോൾ ഫസ്റ്റ് റെക്കോർഡ്, പിന്നെ നിങ്ങളുടെ പ്രൊസീജിയർ, ഔട്ട്പുട്ട്, വൈവ ചിലപ്പോൾ ഇടയിലും വരും. അങ്ങനെ ടോട്ടൽ കണ്ടോ 40 മാർക്ക്. 22 മാർക്ക് പ്രൊസീജിയർ എഴുതാൻ വേണ്ടിയിട്ട്, ഔട്ട്പുട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി 10 മാർക്ക്, വൈവക്ക് 4 മാർക്ക്, റെക്കോർഡിന് 4 മാർക്ക്, 22 10 32 36 40 മാർക്ക് അടിയില്ലേ, നിങ്ങളുടെ മൊത്തത്തിലുള്ള 40 മാർക്സ് ഇവിടെ കിട്ടും. ഈ പറയപ്പെട്ട പ്രാക്ടിക്കൽ എക്സാമിലൂടെ കിട്ടും. സെറ്റാണോ? അപ്പോൾ നിങ്ങൾ മറക്കണം, നിങ്ങൾക്ക് ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അതിനെക്കുറിച്ച് കൂടുതൽ റെക്കോർഡഡ് വീഡിയോസ് എന്ത് ചെയ്യും നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ ആപ്പിലും നമ്മൾ എന്ത് ചെയ്യും കൊടുക്കുന്നതായിരിക്കും. സെറ്റല്ലേ? അപ്പോൾ മക്കളെ, ഓൾ ദ ബെസ്റ്റ്.